ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പോയിട്ട് അഴീക്കോട് ബീച്ചിലെ പരിപാടിക്ക് ഞങ്ങൾ പോയത് സൺഡേ കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വണ്ടിക്ക് പോയോണ്ട് ഞങ്ങളവിടെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു. അഴീക്കോട് ബീച്ചിക്ക് തന്നെ വന്നിട്ട് കുറെ നാളായി. അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ നേരെ പോയത് സൺസെറ്റ് കാണാനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സൂര്യൻ ചേട്ടൻ നാളെ കാണാമെന്നും പറഞ്ഞ് വിളിച്ച് കാണിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പരിപാടി എടുക്കുന്ന സ്ഥലത്തേക്ക് വിട്ട്. ഇവിടെ കുറെ പിള്ളേരൊക്കെ പട്ടൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പേടി ആ പട്ടത്തിന്റെ ഇടയിൽ കുടുങ്ങി ചാവുന്നായിരുന്നു. കാരണം പകുതി പട്ടവും ചെരിഞ്ഞാണ് പറഞ്ഞിരുന്നത്. ഇവിടെ കുറെ അധികം റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൂടുതലും പിള്ളേർക്കുള്ള റൈഡുകളായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ കേറാൻ തോന്നും, പക്ഷേ നമ്മളെ പ്രായം വെച്ചിട്ട് നമ്മൾ അവിടേക്കൊന്നും കയറ്റേയില്ല അവര്. അങ്ങനെ അവിടെ കറങ്ങി നടന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു വൈബ് കട കണ്ടത്. അങ്ങനെ അവരുടെ പെർഫോമൻസും കണ്ടു നിന്ന് നമ്മൾ നേരെ സ്റ്റേജിന്റെ അവിടേക്ക് പോയിട്ട് ആൾക്കാരൊക്കെ വന്ന് നേരത്തെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ പരിപാടി തുടങ്ങുന്നത് 7:30 ആകുമ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും അകത്താക്കാണ്ട് പോണ ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു പാനിപ്പൂരി കടയ്ക്ക് പോയി. ഞങ്ങൾ പറഞ്ഞത് 2 സെറ്റ് പാനിപ്പൂരി ആയിരുന്നു കേട്ടോ. വലിയ തിരക്കില്ലാത്ത കട നോക്കിയാണ് ഞങ്ങൾ കയറിയത്. അതാകുമ്പോൾ സമാധാനമായിട്ട് കഴിക്കാലോ. പിന്നെ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം പാനിപ്പൂരിയിലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കഴിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ഇത് പറഞ്ഞാൽ അങ്ങനെ എന്നെ എടുത്ത് വയലിടണമല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്ന പേടിച്ചിട്ട് ഒരാൾ അവിടെ ഒളിച്ച് നിന്നൊക്കെ കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കൂടെ അവിടെ കറങ്ങിയൊക്കെ നിന്നിട്ട് പോവാന്നൊക്കെ ആയിരുന്നു. ബട്ട് അവിടെ അടുത്തൊരു ഐസ്ക്രീം കട കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടേക്കും കൂടെ വലിയ കയറി. എനിക്ക് പണ്ടേ മുതൽ ഇഷ്ടം ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിനെ പറഞ്ഞു. അവർ രണ്ടുപേരും പറഞ്ഞത് ബട്ടർ സ്കോച്ച് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ വേറെ പരിപാടികളൊന്നും കാണണമെന്നില്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഇതുപോലെ എന്തെങ്കിലും കഴിക്കാൻ പോവാന്നൊക്കെ ആയിരുന്നു. നമ്മുടെ സ്വാതി ചേച്ചി പറഞ്ഞു നമുക്കെന്ന് അവിടെ പോയി ഇരുന്ന് കഴിക്കാന്ന്. ആഹാ, ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കിയിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ എന്തായിരുന്നു രസം എന്നറിയോ. അങ്ങനെ ഐസ്ക്രീം തിറ്റാൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.